ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഷവർമ ഉണ്ടാക്കാം. ഹെൽത്തി ഷവർമ വെച്ചാൽ നമ്മൾ കുബൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആട്ട കൊണ്ടാണ്. ആട്ട കൊണ്ടുള്ള കുബൂസും നല്ല അടിപൊളി ഷവർമ കൂട്ടും കൂടി ചേർത്തിട്ട്. ഇനി നമുക്ക് അങ്ങനത്തെ ഷവർമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 സ്പൂണോളം ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നേരെ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓവർ ചൂട് വേണ്ട, അപ്പോൾ ഈസ്റ്റൊക്കെ ചത്തുപോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ചൂടുള്ളത് കുടിക്കുമ്പോൾ നമുക്ക് വായൊന്നും പൊള്ളാത്ത രീതിയിൽ നേരെ ചൂടുള്ള വെള്ളം വേണം. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഈ ഈസ്റ്റും പഞ്ചസാരയും വെള്ളവും കൂടി. പിന്നെ ഒരു കാര്യം, കുറച്ച് വലിയ പാത്രത്തിൽ വെക്കണം, ഈസ്റ്റ് പൊന്തി വരുന്നതാണ്. ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് ആവാനായിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ആ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള ഈസ്റ്റ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പൊന്തി വന്നിട്ടുള്ള ഈസ്റ്റാണ്. ഞാനിപ്പോൾ നേരത്തെ ചെറിയ പാത്രത്തിലായതുകൊണ്ട് പൊന്തി വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് പോവാനായത്, അതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റിയതായിരുന്നു. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ വലിയ പാത്രത്തിൽ ഈസ്റ്റ് പുളിക്കാൻ വെക്കുന്നത് നല്ലതാണ്, പൊന്തി വന്ന് പോവുള്ളൂ. നമുക്ക് ഈസ്റ്റ് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ ആട്ടപ്പൊടിയൊക്കെ ഒന്ന് ഡോ ആക്കി എടുക്കണം. ഇപ്പോൾ ഈസ്റ്റ് മൊത്തം ഒഴിച്ചിട്ടുണ്ട്, ഈസ്റ്റ് കലക്കിയ വെള്ളം. ഇപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം, നോർമൽ വാട്ടറാണ്, നോർമലായിട്ടുള്ള വെള്ളമാണ്, അത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. പെട്ടെന്ന് വെള്ളം കൂടി പോവും ആട്ടപ്പൊടി ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഒരു ഹെൽത്തി ആയതും കൂടിയാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ആട്ടപ്പൊടിയുടെ കുബൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. മൈദപ്പൊടിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കുബൂസിലൊക്കെ നന്നായിട്ട് മൈദപ്പൊടിയൊക്കെ ചേർന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആട്ടപ്പൊടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പിന്നെ അതേപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. കുബൂസ് ഉണ്ടാക്കുമ്പം ആട്ടപ്പൊടി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ ബൗളിലേക്ക് നമ്മൾ എണ്ണ ഒന്ന് തടവി കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവിയിട്ട് ഇതൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നിങ്ങൾക്ക് ഉള്ള ടൈം എത്രയാണോ അത്ര ടൈമിൽ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും. 3/4 മണിക്കൂറോളമൊക്കെ വെക്കുന്നത് നല്ലതാണ്, കുറച്ച് നേരം കൂടി ടൈം. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്, അരമണിക്കൂർ കഴിയാനായിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അതേ പൊന്തി വന്നിട്ടുണ്ട്. എളുപ്പമാണ് ഈ ആട്ടപ്പൊടിക്ക് കുബൂസ് ഉണ്ടാക്കാൻ. മൈദപ്പൊടിയൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം കുഴക്കാനൊക്കെ ഉണ്ടാവും, അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ വലിയ ബോൾ എടുക്കുക. ഞാനിപ്പോൾ വലിയ ബോൾ എടുത്തേ ഉള്ളൂ. നമുക്കിനി പരത്തി എടുക്കുമ്പോൾ കുറച്ച് നമ്മൾ ഷേപ്പാക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബാക്കി വരും. അതും കൂടി ചേർത്ത് വരുമ്പോൾ നമുക്കൊരു ഇപ്പോൾ 4 ബോൾ ഉള്ളൂ. അപ്പോൾ ഷേപ്പാക്കി വരുമ്പോൾ നമുക്ക് വീണ്ടും ബാക്കി കിട്ടുമ്പോൾ നമുക്കൊരു 6 കുബൂസ് കിട്ടും, ആട്ടയുടെ കുബൂസ്. ഇപ്പോൾ ഞാൻ ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വല്ലാണ്ട് കട്ടി ആയി പോവണ്ട. എന്നുവെച്ചാൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഉള്ളു വേവാത്ത പോലെ പൊന്താൻ പ്രയാസമുള്ളത് പോലെ തോന്നും. അതുകൊണ്ട് വല്ലാണ്ട് തിക്കായി വരണ്ട. അപ്പോൾ നിങ്ങളതിനനുസരിച്ചിട്ട് ഈ ഒരു കറക്റ്റ് തിക്നെസ്സിനൊക്കെ എടുത്താൽ പൊന്തി വരുന്നതാണ്. നന്നായിട്ട് പൊന്തി വരും ചെയ്യും നമ്മൾ ഈ ആട്ടപ്പൊടിയിലുള്ള കുബൂസ്. അപ്പോൾ ഞാനൊരു 6 കുബൂസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചൂടായ ഒരു പാനിലേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു കുബൂസ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് പതുക്കെ അത് പൊന്തി വരുള്ളൂ. നമ്മൾ ഈ ഒരു കുബൂസ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം. അതുപോലെ രണ്ടാമത്തതും അതുപോലെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ടൈം കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പയ്യെ ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊന്തിച്ചെടുത്താൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കുബൂസൊക്കെ മാറ്റിയേക്കാം. ഇനി നമുക്ക് കുബൂസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കനിലൊരു 300 ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലില്ലാത്ത പീസാണ്. അതിലേക്ക്
ഒരു അര സ്പൂണോളം, ചെറിയ സ്പൂൺ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 സ്പൂണോളം മുളകും പൊടിയും ചേർത്തിട്ടുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർക്കാം. ഒരു അര സ്പൂണ് കുരുമുളക് പൊടി, തൈര് ഒരു സോഫ്റ്റ്നെസ്സിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം തൈര്, പിന്നെ തക്കാളി സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ് ഒരു ചെറിയൊരു സ്പൂണ്, ഒരു സ്പൂണ് നിറയെ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കൈകൊണ്ട് ഇളക്കി മിക്സ് ആക്കിയാൽ കുറച്ച് ടൈം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇളക്കി മിക്സ് ആക്കാം. നിങ്ങൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും ഒരു സുർക്ക വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായി വരും ഈ ചിക്കന്. ഇപ്പോൾ നമ്മൾ മസാല പുരട്ടിയിട്ടുണ്ട്. ഇതൊന്നൊരു 10 മിനിറ്റ് വരെ റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കന് മസാല പുരട്ടിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ ചിക്കനൊക്കെ വറുത്തത് നന്നായിട്ട് പൊരിച്ച് കോരി വെക്കാം. നമുക്കതിന് ശേഷം ഇന്ന് ചൂടാറിയതിന് ശേഷം വേണം ചിക്കനെ മുറിക്കാനായിട്ട്. ഇന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പറ്റ ചെറിയ പീസാക്കണ്ട, കുറച്ചൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ കടിക്കാൻ കിട്ടണമല്ലോ. അതുകൊണ്ട് കുറച്ച് പാകത്തൊരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റാം. ആ ചിക്കൻസ് എല്ലാം നന്നായിട്ടൊന്ന് മുറിച്ച് മാറ്റാം. മുറിച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മസാല ഉണ്ടാക്കാൻ വെക്കുന്ന കുറച്ച് വലിയൊരു ബൗളിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. ഒരു വലിയൊരു സവാള ചെറിയതാക്കി അരിഞ്ഞതാണ്. അതേപോലെ കാബേജ്, കപ്പ് നിറയെ കാബേജ്, ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് അതൊരു കപ്പ് തന്നെ. ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അര സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി, എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. അര സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ കുരുമുളകിനും അതുപോലെ ഉപ്പൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി, വൈറ്റ് പെപ്പറോ അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പറോ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചതുരത്തിൽ കട്ട് ചെയ്ത ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുബൂസ് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി മടക്കിയിട്ടൊക്കെയാണ് കുബൂസ് വെക്കേണ്ടത്. കുബൂസിൻ്റെ മുകളിലേക്ക് ഹോം മെയ്ഡ് മയോണീസാണ് ഉള്ളത്. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയത് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മയോണീസ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മയോണീസിൻ്റെ വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ മയോണീസ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു അര സ്പൂണിൻ്റെ അടുത്ത് തക്കാളി സോസും കൂടി തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറവായിട്ട് തേക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് തേച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ കൂട്ട് വെച്ചാൽ അതൊന്ന് വെച്ച് കൊടുക്കാം. വെജിറ്റബിളും ആ ചിക്കനും കൂടിയുള്ള മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഷവർമ മിക്സ് നിങ്ങൾക്ക് ആവശ്യാനുസരണം വെക്കാം. ഞാനിപ്പോൾ കുറച്ച് തോനെയായിട്ട് വെക്കുന്നുണ്ട്. നമുക്കിനി ഒന്ന് റോൾ ചെയ്യണം. ഇതുപോലെ ഒന്ന് നമ്മളെ ഒരു കുബൂസ് ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ നമ്മളെ ഷീറ്റ് ഫോൾഡ് ചെയ്യണം. ഇങ്ങനെയാണല്ലോ നമുക്ക് ഷവർമ ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ റോൾ ചെയ്തത്. നമ്മൾ അടിപൊളിയായ ഹെൽത്തി ഹോം മെയ്ഡ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഈ ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ച് വീണ്ടും മയോണീസ് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസും തേച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം തേക്കാവുന്നതാണ്. എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്.
ആ ഒരു കൂട്ടും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കി നമ്മൾ ബട്ടർ പേപ്പറുമായിട്ട് ചേർത്തൊന്ന് വെക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇനിയിപ്പോൾ ഷവർമ നമുക്ക് പുറത്ത് പോയിട്ടൊന്നും കഴിക്കേണ്ട, വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷവർമ ഉണ്ടാക്കാം. പിന്നെ ഷവർമക്ക് ചിക്കന് പൊരിച്ചെടുക്കുന്നത് മാത്രമല്ല, നമുക്ക് ഷവർമേൻ്റെ ചിക്കന് ഒന്ന് വറ്റിച്ചെടുത്തിട്ടും അതുപോലെ തന്നെ ഷവർമേൻ്റെ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. മസാലക്കൂട്ടിൽ വറ്റിച്ചെടുത്തിട്ട് നമ്മൾ ഹെൽത്തിയായ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.